ഇതാരാ പറഞ്ഞ് ഇത് എവിടെന്നോ വന്നൊരു ഇൻഫർമേഷൻ ആണ്. നിങ്ങൾ ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നിയത്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായോ? ഒന്ന് ഉറക്കെ പറയാമോ എല്ലാവരും? എന്താണ് നമ്മുടെ മൂവിനെ പറ്റി പറയാനുള്ളത്? മൂവി ഒരു റോംകോം ആണ്. ഗിരീഷ് ഷേഡി പടങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന തമാശ പടങ്ങളാണ്. ഒരുപാട് തലപോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് തിയേറ്ററിൽ പോയി സന്തോഷിച്ച് ആസ്വദിച്ച് കാണാവുന്ന ഒരു കോമഡി പടമാണ്. പിന്നെ നസ്ലിനുണ്ട്, അറിയാലോ, പെൺകുട്ടികളുടെയൊക്കെ ഹരമ നസ്ലിൻ. അല്ല, ഒരു നല്ലൊരു തമാശ പടമാണ്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പാട്ടുകളുണ്ട്. വിഷ്ണു വിജയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഭാവന സ്റ്റുഡിയോസിന്റെ പ്രൊഡക്ഷനാണ്. അതാണ് അവരൊരു ഫിലിം ബാക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അങ്ങനെയാണ് കാര്യം. അടിപൊളി. Now let's hear it from Naslim. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നിയത്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായോ? ഒന്ന് ഉറക്കെ പറയാമോ എല്ലാവരും? ഒന്ന് energetic ആയിട്ടൊന്ന് പറയാമോ? Did you like it? ട്രെയിലർ ഇഷ്ടമായെങ്കിൽ അതിനു മുമ്പ് ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ ഞങ്ങളുടെ കണ്ടന്റുകളെല്ലാം നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മറ്റൊരാളുടെ അഭിപ്രായത്തിന് മുമ്പേ തന്നെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വരുന്ന ഫെബ്രുവരി 9 സിനിമ തിയേറ്ററുകളിലെത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് റിലാക്സ് ചെയ്ത് ചിരിച്ച് നല്ലപോലെ ആസ്വദിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമ, വലിയ കൊച്ചു സിനിമയാണ് പ്രേമലു. അപ്പൊ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാ. ഇവിടെ വരാൻ സാധിച്ചതിലും ഇവിടെ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിലും ലുലു ഗ്രൂപ്പിനും ലുലു സെലിബ്രേറ്റിനും വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ കേട്ടോ. നസ്ലിനും ഗിരീഷനും കോംബോ ഭയങ്കര അടിപൊളിയാണെന്നാണ് ഞാൻ ആ യൂട്യൂബ് കമന്റിൽ ഫുള്ള് കണ്ടത്. സോ വാട്ട് യു ഗോയിങ് ടു സേ? ഇത് മൂന്നാമത്തെ പടമല്ലേ? മൂന്നാമത്തെ പടമല്ലേ? ഇത് അഞ്ചാമത്തെ പടം. എങ്ങനെയാണ് ആ ഒരു കോംബോ വർക്കൗട്ട് ആവുന്ന അറിയാൻ ഞങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്. അല്ല, എന്നെ വിളിക്കുന്ന ഗിരീഷേട്ടനാണ്. അപ്പൊ ഗിരീഷേട്ടനെ എനിക്ക് അതിന് മറുപടി പറയാൻ കുറച്ചുകൂടി. ഓക്കെ അപ്പൊ പിന്നെ ഗിരീഷേട്ടൻ തന്നെ ചോദിക്കാം. ഗിരീഷേട്ടാ, അത് നമുക്ക് സിനിമയെ പറ്റി പറയാം. ഞാൻ ഇവരൊക്കെ പറഞ്ഞു തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. റോമാണ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ എല്ലാ വിശ്വാസം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാ ഫാമിലിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. നല്ല മ്യൂസിക്കാണ്. താങ്ക് യു. യെസ് ആണെങ്കിൽ നല്ല കാര്യം കേൾക്കുന്നത്. ഞാൻ ഇതിലൊരു ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇവരൊക്കെ പറഞ്ഞത് നല്ല പടമാണ്, എല്ലാവരും കാണും. എഡിറ്ററും കൂടിയാണല്ലേ? യെസ്. നിങ്ങൾ രണ്ടുമല്ലേ ഏറ്റവും കൂടുതൽ കോംബോ ഈ മൂവിയിൽ വരുന്നത്? നസ്ലിനും കൂടിയാണ്. അപ്പൊ ഹൗ വാസ് ദാറ്റ്? ആ ഒരു ഷോർട്സ് ഒക്കെ എടുക്കുമ്പോൾ ഒരു ഫീലിംഗ് എന്തായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഓവറോൾ എക്സ്പീരിയൻസ്? എനിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ആക്ച്വലി നസ്ലിന്റെ കൂടെ ഗിരീഷേട്ടൻ്റെ ഒക്കെ തണ്ണീർമത്തം തുടങ്ങി തണ്ണീർമത്തം ഞാൻ സ്പോട്ട് ഇട്ടിട്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് വിളിച്ച ഗിരീഷേട്ടനാണ്. ഇവരൊന്നും പറയാത്ത എന്തെങ്കിലും ഇൻഫോർമേഷൻ പറയാൻ വേണ്ടിട്ട് നോക്കിയിരിക്കുന്നു. ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുങ്ങിയിട്ടുള്ളത്. അപ്പൊ അതൊരു വിഷ്വലി ഭയങ്കര ഫ്രഷ് ആയിരിക്കും. ട്രെയിലർ കണ്ടിട്ടും കൂടുതലും എല്ലാവരും വിഷ്വൽസ് നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോ പറഞ്ഞതുപോലെ തന്നെ ഫൺ ഉറപ്പായിട്ടും ഉണ്ടാവും. ഹൈദരാബാദ് ആണല്ലേ? അതുകൊണ്ടാണല്ലേ പ്രേമലു? അതെ. ഓക്കെ. ഹൈദരാബാദ് സ്റ്റോറി പറഞ്ഞപ്പോഴാണ് മമിത ഭയങ്കര കരച്ചിലായിരുന്നു ഞങ്ങൾ കേട്ടത്. ഗിരീഷേട്ടനെ വിളിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. ഗിരീഷേട്ടാണോ ശ്യാംചേട്ടാണോ വിളിച്ചത്? ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാരാ പറഞ്ഞ് ഇത് എവിടെന്നോ വന്നൊരു ഇൻഫർമേഷൻ ആണ്. മിസ് ചെയ്തോ? ഉറപ്പായിട്ടും എനിക്ക് കിട്ടിയതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സെറ്റ് ആയിരുന്നു പ്രേമലുവിൻ്റെത്. അപ്പം ഞങ്ങൾ എല്ലാവരും ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഒരു ഫാമിലിയെ പോലെയായിരുന്നു അവിടെ. കാരണം ഒന്നാമത് അന്യനാടാണ്. അവിടെ ഞങ്ങൾ മാത്രമേ മലയാളികളായിട്ടുള്ളൂ. അപ്പൊ എന്തെങ്കിലും പിന്നാലെ പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കുമാണ്. അപ്പം ഭയങ്കര ഫാമിലി ബോണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ. അപ്പോ തിരിച്ചു വരുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞ 1.5 മാസത്തോളം അവിടെ നിന്നിട്ട് പെട്ടെന്ന് മാറിയപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗിരീഷേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞോ
ഏയ്. വിഷമം പറഞ്ഞു അല്ലേ? Yes, വിഷമമുണ്ടായി പിന്നെ. പക്ഷെ എന്നാലും ആ ബോണ്ട് ഇപ്പോഴും സ്റ്റിൽ കീപ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് സന്തോഷം. അടിപൊളി. താങ്ക് യു. അഖില, എന്തൊക്കെയുണ്ട് വിശേഷം? How are you? Oh, good. എന്താണ് നമ്മുടെ മൂവിനെ പറ്റി പറയാനുള്ളത്? എല്ലാരും പറഞ്ഞതുപോലെ തന്നെ ഒരു ഫൺ റൈഡ് ആയിരിക്കും, ഒരു റൊമാൻറ്റിക് പടമാണ്. അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. പിന്നെ എന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തത് ഗിരീഷേട്ടനായിരുന്നു. അതുപോലെ പൂവായാലും മൂന്നാമതും ഗിരീഷേട്ടനോട് തന്നെ ആയത് വളരെ സന്തോഷമുണ്ട്. അതിലുപരി ഭാവന സ്റ്റുഡിയോസ് ആയാലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇപ്പൊ മമിത പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാരും സെയിം അപ്പാർട്ട്മെന്റിലായിരുന്നു താമസിച്ചതൊക്കെ. അത് ഞങ്ങൾ മൂന്നുപേരും ഒരു അപ്പാർട്ട്മെന്റിൽ, അവർ മൂന്നുപേരും ഒരു അപ്പാർട്ട്മെന്റിൽ. അപ്പൊ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ കളിയും ചിരിയും തമാശക്കായിരുന്നു. പടം കഴിഞ്ഞിട്ടും ഞങ്ങൾ എല്ലാവരും ഗെറ്റ് ടുഗദർ ഒക്കെ നടത്താറുണ്ട്. അപ്പൊ അത്രയൊക്കെയാണ്. അപ്പൊ എല്ലാവരും പടം തിയേറ്ററിൽ പോയി തന്നെ കാണും. Yes, thank you.